നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിശ്വൻ സാറിന് അത്രയും പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അർത്ഥം. തങ്കൂട്ടനെ മൂത്ത കുട്ടനായി കരുതിയതുകൊണ്ട് രൂപേഷേട്ടൻ കൊച്ചുകുട്ടനായി. വിളിച്ച് വിളിച്ച് കൊച്ചുകുട്ടനുമായി. എന്നെ അങ്ങനെ വിളിക്കണ്ട. ആ തങ്കൂട്ടനല്ലേ അമ്മയോട് വഴക്കിട്ട് പിണങ്ങി പോയത്? അല്ല, ഇന്നലെ ഉണ്ടായ സംഭവം എന്താ? അത് ദർശന പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് പറഞ്ഞ രൂപേഷേട്ടൻ പേടിക്കുമെന്ന് കരുതിയ. ഇപ്പൊ പഴയതുപോലെ പേടിയില്ലാന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. ഇന്നലെ രാത്രിയില് അമ്മ ഡോർ അടയ്ക്കാതെയാ കിടന്നത്. വൈകുന്നേരം മുതല് ഗിരിജ മാഡം മുറിക്ക് പുറത്ത് കറങ്ങി നടക്കുന്നത് കണ്ടപ്പോ ഗീതമ്മയ്ക്ക് ഒരു സംശയം. വല്ല കൊടുങ്കാറ്റോ പേമാരിയോ വരുന്നതിന് മുൻപ് വീട്ടിലെ നാൽക്കാലികൾ ബഹളം ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു തോന്നൽ, ഒരു ഉൾവിളി. അതുകൊണ്ട് അമ്മയോട് സൂക്ഷിക്കണമെന്ന് ഗീതമ്മ അമ്മ പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ പാതിരാത്രിയില് ഗിരിജ മാഡം മുറിക്കകത്ത് വന്ന് ലോക്കർ തുറന്നു. ആഹാ, അന്ന് ലോക്കർ തുറന്ന് ലക്ഷങ്ങൾ മോഷ്ടിച്ചിട്ട് ദർശനയെ പ്രതിയാക്കി. ഇന്നങ്ങനെ ആരെ പ്രതിയാക്കണം? ചോട്ടുവിനെയാണോ? ചോട്ടു ആണല്ലോ 2 ദിവസം അമ്മയോടൊപ്പം കിടന്നത്. ചോട്ടുവിനെ കള്ളിയാക്കിയ തിരിച്ചവൾക്ക് മറുപടി പോലും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ അവരെ കണ്ട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. രൂപേഷേട്ടാ, ഇതൊക്കെ കൊണ്ടാ ഞാൻ ആദ്യം പറയാൻ മടിച്ചത്. രൂപേഷേട്ടൻ സമാധാനപ്പെട്. ആ ഗിരിജ മാഡത്തിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ പ്ലാൻ ഞാൻ തന്നെ പൊളിച്ചോളാം. രൂപേഷേട്ടൻ ഇപ്പൊ ചെന്ന് വഴക്കിട്ട അവരാ പദ്ധതി നിർത്തിവെക്കും. ലോക്കറിൽ വെച്ചത് നോട്ടുകെട്ടുകളല്ല, സ്വർണമാ. തനി തങ്കത്തിന്റെ ബിസ്ക്കറ്റുകൾ, ഡയമണ്ടും ഉണ്ട്. അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി.